ഇപ്പം എന്താ അറിയാലോ വെച്ചപ്പോൾ പോലെ പറഞ്ഞ സ്ഥലം വാങ്ങിക്കണേ അതാരും കണ്ടിട്ടില്ല, നിങ്ങൾ കുട്ടികളെ കെട്ടിച്ചത് ആരും അറിയുന്നില്ല. കാരണം നിങ്ങൾ നന്മകൾ അറിയുന്നില്ല, പുറം ലോകം അറിയുന്നില്ല. അപ്പോ നമ്മൾ ഏക്കർ കണക്കിന് സ്ഥലം എടുത്തിട്ട് 70ഓളം ആളുകൾക്ക് അത് വിതരണം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ദുആ ചെയ്യാണ് വേണ്ടത്. ഈ ഇങ്ങനെ മറുപടി കൊടുക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഉടായിപ്പാണെന്ന്. എന്ത് ഉടായിപ്പാണ് പൈറു ചെയ്തത്? എന്താണ് ഫാരിസ് മുഹമ്മദിന് 2-3 കമൻറ്റ് ഇതിലിട്ടിട്ടുണ്ട്. എന്ത് ഉടായിപ്പാണ് ഈ തങ്ങൾ ചെയ്തത്? ഏതെങ്കിലും ഉടായിപ്പ് നിങ്ങൾ കാണിച്ചതാ? തങ്ങൾ എന്തെങ്കിലും ഭസ്മം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും മന്ത്രവാദം ചെയ്യുന്നുണ്ടോ? അവനവൻ്റെ കാര്യങ്ങൾ ചെയ്ത് അത് അവിടെ ചെന്ന കാര്യം പൂർത്തിയായി കഴിഞ്ഞാൽ അതിന് തങ്ങൾ എന്തെങ്കിലും ചോദിക്കാതെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു പാരിതോഷികം അത് തങ്ങൾ വാങ്ങുന്നത് അത് മറ്റുള്ളവർക്ക്. ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും പൈസ? നാരാ ജാബിറെ തങ്ങൾക്ക് പൈസ കിട്ടിയത് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കൊണ്ടു കൊടുത്തിട്ടുണ്ടോ? ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ അവിടെ വരുന്ന സാധാരണക്കാരായ ആളുകൾ, ഒരുപാട് സമ്പത്തുള്ള ആളുകളും കൊണ്ടുപോയിട്ടുണ്ട്. കാരണം അവരവരെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഡോക്ടർമാരടുത്ത് പോയിട്ട് സാധിക്കാത്തത് തെളിവ് തരാ. ഡോക്ടർമാരടുത്ത് പോയിട്ട് നടക്കാത്ത പ്രശ്നങ്ങൾ, അസുഖങ്ങൾ മാറിക്കിട്ടിയവരുണ്ട്. 1-2 ആയിരക്കണക്കിന് എണ്ണയുടെ എഴുതി എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എനിക്ക് എൻ്റെ ഉമ്മ എന്നല്ല പറഞ്ഞ അനുഭവങ്ങൾ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ മറുപടിയും പറയാതെ മുങ്ങും. തങ്ങൾ എന്തിനും മറുപടി പറയാതെ മുങ്ങും. നിങ്ങൾ പറയുന്നതൊക്കെ മറുപടി പറയുന്നുണ്ട്. ഇങ്ങനെ മറുപടി കൊടുക്കുന്ന ഒരു ഒരു പണ്ഡിതന്മാർ നിങ്ങൾ കാണിച്ചു തരില്ല. ഈ നിങ്ങൾ പറയുന്നതിന് ഓരോന്നിനും വന്ന് തെളിവ് സഹിതം മറുപടി തരുന്നുണ്ട്. ഇപ്പോൾ ഇതാക്കുന്ന ഈ പൈസയൊക്കെ എന്ത് ചെയ്യാന്ന്? 70ഓളം കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്ത്, അതുപോലെ തന്നെ ഈ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു പവന് പോയിട്ട് ഒരു കല്യാണത്തിന് 1000 ഉറുപ്പ്യ നിങ്ങൾ ആരും കൊണ്ടു കൊടുത്തിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത്? പിന്നെ നിൻ്റെ കയ്യിൽ ഫോണില്ല, ഫുൾ ടൈം കയ്യിൽ ഫോണാണല്ലോ എന്ന്. നിങ്ങളെപ്പോലത്തെ ആളുകൾ വിളിച്ചാൽ ഫോൺ ഉണ്ടാവില്ല. ഫാരിസ് മുഹമ്മദ് ഇങ്ങനെയാണ് എല്ലാത്തിലും കമൻറ്റ് ചെയ്തിരുന്നത്. ഈ ഫാരിസ് മുഹമ്മദിന് എത്രയോ ഐഡിയ ഉണ്ട്, എല്ലാത്തിലും പോയി തങ്ങൾക്കെതിരായിട്ട് കമൻറ്റ് ചെയ്തിടുക. ഫാരിസ് മുഹമ്മദ് ആണോ എന്ന് തന്നെ ഓർമ്മല്ല ഇത്. ഏതായി കഴിഞ്ഞാലും ഫോണില്ലാത്തൊരു മനുഷ്യന് ദുനിയാവിലുണ്ടാവില്ല. നിങ്ങളെപ്പോലെ ആളുകൾ വിളിക്കാനാണ് ഫോണില്ല എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത ചോദ്യത്തിനാണ് ഉത്തരം ഞാൻ നിർത്തുകയാണ്. നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തത്ത പറയുന്നത് പോലെ അറസ്റ്റ് ചെയ്താൽ ഇങ്ങോട്ട് പോവാം. അറസ്റ്റ് ചെയ്യാതെ തന്നെ ചെയ്തവர்கள் സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് ഇല്ലേ? എന്നിട്ട് എന്തായി? അവിടുന്ന് പോലീസുകാർ പറഞ്ഞാൽ നിങ്ങളങ്ങോട്ട് വിളിച്ചിട്ടില്ല, നിങ്ങളങ്ങോട്ട് വരില്ല എന്നൊന്ന്. തങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് തത്ത പറയുമ്പോഴാണ് പറയുന്നത്? തങ്ങൾ പറയുന്നുണ്ടല്ലോ. തങ്ങളെ പോലീസുകാരോട് പറഞ്ഞേക്കാട്ടും പച്ചയിലൊക്കെ നമ്മളോട് ലൈവായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഇതിലും നല്ലത് തങ്ങൾ മുങ്ങി നടക്കുന്നുണ്ടോ? എന്തിനാണ് ഇങ്ങനെയൊരു മനുഷ്യനെ ക്രൂശിക്കുന്നത് മക്കളെ? അപ്പോൾ നമ്മൾ ചെയ്തത് ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞപ്പോൾ